സ്ഥലം വിൽക്കണോ കുഴിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിനക്ക് തീരുമാനിക്കാം, പക്ഷെ വിൽക്കുന്നെങ്കിൽ അത് ഈ കോളനിയിലുള്ള ആർക്കെങ്കിലും മാത്രം. ഇനി പൊന്നും വിലക്കാണെങ്കിലും വാങ്ങാൻ ഇവിടെ ആളുണ്ട്. വേണ്ട, ഇവിടുത്തെ ഒരുത്തനും കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നീ വെറുതെ വാശി പിടിക്കല്ലേ ബഷീറെ. നിനക്കറിയാലോ നമ്മുടെ ഈ കോളനിക്ക് ഒരു ചട്ടക്കൂടുണ്ട്. ഇന്ന് 11 മണിക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ സ്ഥലത്തിന്റെ തീരാധാരം ഞാൻ എഴുതി കൊടുത്തിരിക്കും. പറഞ്ഞുറപ്പിച്ച കാശ് ഞാൻ മേടിക്കുകയും ചെയ്യും. ഇല്ല ബഷീറെ, ഈ കൊടുക്കില്ല. ഈ കോളനിയിലെ ഒരു തുണ്ട് ഭൂമി പുറത്തൊരാൾക്ക് മറിച്ചു വിറ്റ ചരിത്രം നമുക്കില്ല. ഇവിടെ ഈ മണ്ണിൽ ഓടിക്കളിച്ച് വളർന്നവരാ നമ്മൾ. സമാധാനവും സന്തോഷമുള്ള മണ്ണാണിത്. അത് നശിപ്പിക്കാൻ നീ കാരണം ഒരു പുത്തൻ പണക്കാരൻ ഈ കോളനിയിൽ കാലെടുത്ത് വെച്ചാൽ വെക്കുന്നവരുടെ കാല് ഞങ്ങൾ വെട്ടും. വെട്ടും. പറഞ്ഞത് അച്ചായനാണെങ്കിൽ വെട്ടി കൂട്ടിയിരിക്കും. അതിന് പുറത്തു പോയി ആളെ തപ്പേണ്ട കാര്യമൊന്നുമില്ല. അച്ചായനെന്ന് ഒച്ചത്തി വിളിച്ചാ മതി. അറിയാലോ നിനക്ക്. അവൻ വരട്ടെ, വന്നാ നീ അളക്കണ മണ്ണ് ഇവിടെ തന്നെ ഉണ്ടാവും. മണ്ണിനടി നീ ഉണ്ടാവും. ഓടാ. രജിസ്ട്രേഷനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പോകാൻ പറബായി. അവന്മാര് ഷോ കാണിക്കുന്നതൊക്കെ ആരുടെ ധൈര്യത്തിലാണെന്ന് എനിക്കറിയാം. അതിനുള്ള മറുമരുന്നായി നല്ല മുട്ടം പിള്ളേരെ ഞാൻ കൊടുങ്ങല്ലൂരിൽ ഇറക്കിയിട്ടുണ്ട്.
തരം കിട്ടിയ സ്വന്തം തള്ളേനെ ചന്തയിലിരുത്തി വില പറയുന്നവനാ നീ. പക്ഷെ 5 സ്റ്റാർ കോളനിക്ക് അകത്ത് നിന്ന് ഒരു തരി മണ്ണ് നീ പുറത്തുള്ള ഒരുത്തനും എഴുതി കൊടുക്കില്ല. കൊടുത്ത ആ കൈ ഞാനിങ് എടുക്കും. ഇത് ആന്റണിയാടാ പറയുന്നത്, അറിയാലോ നിനക്ക്. പറയുന്ന വാക്കും ജനിപ്പിച്ച തന്തേ ആന്റണിക്ക് ഒന്നേ ഉള്ളൂ,